മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാരണം 2 ദിവസം അവധിയല്ലേ, അപ്പം പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. 2 ദിവസം കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ കോൺട്രാക്റ്റ് വരുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നതിനെ പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഇന്നലെയാണ് ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചത്. അപ്പം നമ്മളാരും നിരീക്ഷിക്കാത്തൊരു കാര്യം ഞാൻ നിരീക്ഷിച്ചത്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അവെയർ ആയിരുന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ എന്നാൽ നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, പലർക്കും ആശങ്കയുണ്ട് ഇനി എങ്ങനെ ട്രേഡ് ചെയ്യും, ഇത്രയും വലിയ ലോട്ട് സൈസിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ആശങ്കകളെല്ലാം ഒന്ന് മാറ്റി ജസ്റ്റ് എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം മിഡ് ക്യാപ്പിൽ നിങ്ങൾക്ക് ആശങ്കയൊന്നും വേണ്ട, ഒരാശങ്കയും വേണ്ട ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി. പ്രത്യേകിച്ച് അടുത്ത 3 മാസം, അതായത് ജനുവരി അവസാനം വരെ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. അതിൻ്റെ കാരണം ഞാൻ താഴെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഫണ്ട് വേണമെന്നോ അല്ലെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വേണ്ട. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട. നിങ്ങൾക്ക് സുന്ദരമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. കുറച്ച് പൈസ കൂടി ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന 5000 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10000 രൂപ നിങ്ങൾക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 15000 രൂപ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ 2-3 ലോട്ട് ചെയ്യുന്നവർ ഒരു ലോട്ട് കൊണ്ട് ചെയ്താൽ നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ, അല്ല വേറെ. ഇപ്പോൾ ഒരു ലോട്ട് മാത്രമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ഫണ്ട് കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഒരു 15000 രൂപ എങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് നമുക്ക് ഒരു ലോട്ട് വൃത്തിയായിട്ട് നമുക്ക് ന്യായമായി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ സംഭവത്തിലേക്ക് NSEയുടെ ഒരു സൈറ്റിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ ഈ കാണുന്നത് NSEയുടെ വെബ്സൈറ്റാണ്. അതിനകത്തിൽ നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ചാർട്ട്, അതായത് പിന്നെ ഓപ്ഷൻ ചെയിൻ്റെ ചാർട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ കോൺട്രാക്റ്റ് എന്നൊക്കെയാണെന്നുള്ളത്. ഇതിനകത്തിൽ ഞാൻ മിഡ് ക്യാപ്പ് ഇപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്തേക്കാണ്. ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാം, നോക്കുക, ഇപ്പോൾ കറണ്ട് എക്സ്പയറി, വീക്കിലി എക്സ്പയറി 18-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഒരു എക്സ്പയറിയും കൂടെ നമുക്കുണ്ട്. അതായത് 25 നവംബറാണ് മന്ത്ലി എക്സ്പയറി. അപ്പം ഫലത്തിൽ എല്ലാവരും ധരിച്ചു വെക്കുന്നത് 18-ാം തീയതി നവംബർ നമ്മുടെ വീക്കിൽ എക്സ്പയർ തീരും, പിന്നെ അടുത്ത ഒരു മന്ത്ലി കോൺട്രാക്റ്റേ ഉള്ളൂ എന്നുള്ളതാണ് ധാരണ. പക്ഷേ അങ്ങനെയല്ല. 18-ാം തീയതി കൊണ്ട് വീക്കിലി കോൺട്രാക്റ്റ് തീർന്നു, പക്ഷെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ മന്ത്ലി കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. അപ്പം ഫലത്തിൽ അത് വീണ്ടും ഒരു വീക്കിലി കോൺട്രാക്റ്റായിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫലത്തിൽ നമുക്കിനി വീണ്ടും ഒരു വീക്കിലി ഒരു എക്സ്പയറിയും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ 25 നവംബറിൽ നമുക്കൊരു എക്സ്പയറി കിട്ടുന്നുണ്ട്. അപ്പോൾ 18-ാം തീയതി തിങ്കളാഴ്ച ഒരു എക്സ്പയറി ഉണ്ട്. അതിന് ശേഷം നമുക്ക് 25-ാം തീയതി ഒരു എക്സ്പയറി കിട്ടും. അപ്പോൾ 2 എക്സ്പയറി ഇനി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്, വീക്കിലി എക്സ്പയറി. അപ്പം അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ എല്ലാവരുടെയും ധാരണ 18-ാം തീയതി തീരുമെന്നുള്ളതാണ്. അങ്ങനെയല്ല, 25-ാം തീയതി വരെ നമുക്ക് ഉണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് മന്ത്ലി എക്സ്പയറിയാണ്. അത് 30 ഡിസംബർ, പിന്നെ 27 ജനുവരി. അപ്പം പിന്നെ മന്ത്ലി കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ, 2 മാസം. ഓക്കെ, ഇതാണ് ഇപ്പം നിലവിൽ NSEയുടെ സൈറ്റിനകത്തിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി ഒരു വീക്കിലി കോൺട്രാക്റ്റ് കൂടെ കിട്ടും. നവംബർ 25 വരെ നമുക്ക് വീക്കിലി കോൺട്രാക്റ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു NSEയുടെ ഒരു സർക്കുലറാണ്. നിങ്ങൾ ഈ കാണുന്നത് പോയോ? NSEയുടെ ഒരു സർക്കുലറാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമ്മുടെ കോൺട്രാക്റ്റ് സൈസ് വീക്കിലി കോൺട്രാക്റ്റ് നിർത്തി, അതിനുശേഷം ഇനി മന്ത്ലി കോൺട്രാക്റ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ലോട്ട് സൈസാണ് നിങ്ങൾ ഈ കാണുന്നത്. നിഫ്റ്റി 50 അതുപോലെ എക്സിസ്റ്റിംഗ് ലോട്ട് സൈസ് 25 75 ആക്കി. നിഫ്റ്റി ബാങ്ക് 15-30 ആക്കി. നിഫ്റ്റി ഫിനാൻസ് 25, ഫിൻ നിഫ്റ്റി 25 65 ആക്കി. നമ്മുടെ മിഡ് ക്യാപ്പ് 50 എന്നുള്ളത് 120 ക്വാണ്ടിറ്റി ആക്കി. 120 ക്വാണ്ടിറ്റി മറന്നുപോലും കേട്ടോ. നെക്സ്റ്റ് 50 10 എന്നുള്ളത് 25 ആക്കി. ഇത് 120 എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയൊരു കാര്യം, ഈ സംഭവം, ഈ 120 എന്നുള്ള സംഭവം ചാലുവാകുന്നത്, അതായത് ആക്റ്റീവ് ആകുന്നത് ഫെബ്രുവരി മന്ത്ലി കോൺട്രാക്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ സർക്കുലർ ഞാൻ കാണിക്കാം. ഇതിനകത്തിൽ നോക്കിക്കോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ് മന്ത്ലി എക്സ്പയറി 27 ജനുവരി 2025
ലാസ്റ്റ് മന്ത് എക്സ്പയറി വിത്ത് X16 ലോട്ട് സൈസ്. മനസ്സിലായോ പറഞ്ഞേ? അതായത് X16 ലോട്ട് സൈസ് ആയിട്ടുള്ള 50 എന്ന ക്വാണ്ടിറ്റി 27 ജനുവരി വരെ നിലനിൽക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ബാങ്ക് നിഫ്റ്റിക്കും 29 ജനുവരി വരെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ലാസ്റ്റ് മന്ത് എക്സ്പയറി വിത്ത് X16 ലോട്ട് സൈസ്, ഫസ്റ്റ് മന്തിൽ എക്സ്പയറി വിത്ത് റിവൈസ്ഡ്. അതായത് 29 ജനുവരി വരെ ബാങ്ക് നിഫ്റ്റിക്കും ഈ പറയുന്ന പോലെ തന്നെ X16 15 ഉള്ളൂ. ഫിൻ നിഫ്റ്റിക്കും ഈ പറയുന്ന പോലെ 28 ജനുവരി വരെ ഈ പറയുന്ന 25 സൈസേ ഉള്ളൂ. നമ്മുടെ മിഡ് ക്യാപ്പിനും ഈ പറയുന്ന പോലെ 27 ജനുവരി വരെ നമുക്ക് 50 ക്വാണ്ടിറ്റിയേ ഉള്ളൂ ലോട്ട് സൈസ്. അതായത് അതിനുശേഷം ഫെബ്രുവരി തുടങ്ങുന്ന കോൺട്രാക്റ്റിനാണ് ഈ പറയുന്ന 120 ക്വാണ്ടിറ്റി വരുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഇത് ഇന്നലെയാണ് ഈ സർക്കുലറൊക്കെ വായിച്ച് നോക്കി പഠിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഈ കാര്യം ആരും ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും. അപ്പം എല്ലാവരുടെയും ധാരണ എന്താണ്, അടുത്ത മാസം മുതൽ 120 ക്വാണ്ടിറ്റി ചെയ്യണം എന്നുള്ള ധാരണ വെച്ച് മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. ശരിയല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഈ 50 തന്നെ മന്ത്ലി കോൺട്രാക്റ്റാണ്, പക്ഷേ 50 സൈസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമുക്കിപ്പം ഒരു 100 രൂപയുടെ സ്ട്രൈക്ക് എടുക്കുകയാണെങ്കിൽ 150 രൂപയുടെ 100 രൂപയുടെ സ്ട്രൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ കാര്യമേ ഉള്ളൂ. അല്ല 150 രൂപയുടെ സ്ട്രൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7500 രൂപയുടെ കാര്യം വരുന്നില്ല. അപ്പോൾ 10000 രൂപയ്ക്കകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് എന്തായാലും എന്തുണ്ട്, അടുത്ത ജനുവരി അവസാനം വരെയുള്ള സമയം ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. മനസ്സിലായല്ലോ? ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്കുലർ ഞാൻ തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് എന്താ ആശങ്ക? 25-ാം തീയതി ഫെബ്രുവരി മാസം വരുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യും, ഇത്രയും ലോട്ട് സൈസിന് എങ്ങനെ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്തിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ 120 ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ട് സൈസ് ഫെബ്രുവരി മുതൽ. ഇനിയും കിടക്കുന്ന 2 മാസം. നമ്മൾ അന്നേരം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവാണ്. 120 ക്വാണ്ടിറ്റി വരുമ്പം നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് മന്ത്ലി സ്ട്രൈക്ക് ആയിരിക്കും. അപ്പം നമ്മുടെ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും ഔട്ട് ഓഫ് ദ മണി ഒരു 500 പോയിൻ്റ് അപ്പുറം ഇപ്പുറം നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 400 പോയിൻ്റൊക്കെ നമുക്ക് എങ്ങനെയായാലും എടുക്കാൻ പറ്റും. അതായത് ഇപ്പം ATM സ്ട്രൈക്ക് ഒരു 12, ഇപ്പോൾ സപ്പോസ് 12,000 വിചാരിച്ചു. ATM സൈസ് ഇപ്പോൾ 12,000 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12, 400, 500 വരെയൊക്കെ ഒരു കോള് നമുക്ക് എടുക്കാൻ പറ്റും, പൈസ കുറവുള്ളവർക്ക്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഒരു 12,000 ATM സ്ട്രൈക്ക് ആണെങ്കിൽ ATM സ്ട്രൈക്കിന് ഏകദേശം ഒരു 300 രൂപയൊക്കെ ചിലപ്പം വേണ്ടി വരും. 300, 350 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ATM സ്ട്രൈക്കിൻ്റെ പ്രൈസ്. ഓക്കെ, പക്ഷെങ്കിൽ ഒരു 300 പോയിൻ്റൊക്കെ അകലെ അപ്പുറമോ ഇപ്പുറയോ, ഇപ്പോൾ 12, 300 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 150, 125 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ 150 രൂപയ്ക്ക് വരുന്ന ഉടനെ എത്ര പൈസ വരും? 150 രൂപയ്ക്ക് വരുന്ന ഉടനെ കണക്ക് കൂട്ടി നോക്കട്ടെ, മനക്കണക്ക് അറിയത്തില്ല അത്ര. ഇപ്പോൾ നമ്മളിപ്പോൾ 150 രൂപയുടെ സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 120 ഏകദേശം 18,000 രൂപ നമുക്ക് വേണ്ടി വരും. 100 രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ 12,000 രൂപ നമുക്ക് വേണ്ടി വരും ഒരു ലോട്ട് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം 2-3 ലോട്ട് വെച്ച് ചെയ്യുന്നവർ ഒരു ലോട്ട് ചെയ്യുക. നമുക്കിപ്പോൾ നിലവിൽ 100 രൂപയുടെ ഒരു സ്ട്രൈക്ക് 5,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും, ഇല്ലേ? അപ്പോൾ മന്ത്ലി കോൺട്രാക്റ്റ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ വൈഡ് ആയതുകൊണ്ട് പ്രൈസ് പ്രീമിയം കൂടുതലായിരിക്കും. അപ്പം നമുക്കാണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് അടുത്തുള്ള പ്രീമിയം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 100-120 റേഞ്ചിലുള്ള പ്രീമിയം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് ഏകദേശം ഒരു 300-400 പോയിൻ്റ് ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 100-120 രൂപ എന്നൊക്കെ കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു 120, ഞാനിപ്പോൾ പറഞ്ഞാണോ, 120 × 120 എത്രയായി? 14,400 രൂപ, 15,000 രൂപ. അത് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 15,000-20,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് വലിയ ആശങ്കകളൊന്നും വേണ്ട. ഓക്കെ, 5,000 രൂപ കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു വെരി ഫാർ ഔട്ട് ഓഫ് ദ മണി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറ്റും? ഈ 5,000 കൊണ്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണെന്ന് വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ. ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആദ്യത്തെ ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 20,000 രൂപയെങ്കിലും നമുക്ക് മിനിമം നമ്മുടെ കയ്യിൽ വേണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 ആഴ്ച കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രീമിയം താഴെ ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നമുക്കൊരു 10,000 രൂപ മുതൽ 15,000 രൂപ വരെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് വലിയ ആശങ്കകളൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക.
അപ്പോൾ 2 മാസം കൂടെ നമുക്ക് സമയമുണ്ട്. 2 മാസം കൂടെ സമയം കിട്ടും. ഇനിയിപ്പോൾ അത് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പം ഔട്ട് ഓഫ് ദ ഒരു 200 രൂപയുടെ പ്രീമിയം ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 200 ഗുണം 50 10,000 രൂപയ്ക്ക് നമുക്ക് കാര്യം നടക്കും. ശരിയല്ലേ? 200 ഗുണം 200 രൂപയുടെ ഒരു സ്ട്രൈക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ, കാരണം നിലവിൽ 50 തന്നെ സ്ട്രൈക്ക് ലോട്ട് സൈസ്, കുഴപ്പമില്ല. അപ്പം ഇപ്പം നിലവിൽ ജനുവരി അവസാനം വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് ഈ പറഞ്ഞ പോലൊക്കെ തന്നെ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. അപ്പം ജനുവരി മുതൽ അവസാനം കഴിഞ്ഞ് ഫെബ്രുവരി മുതൽ നിങ്ങൾക്കൊരു 15,000 രൂപ 25,000 രൂപയ്ക്കകത്ത് ഉള്ള ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിൽ നിങ്ങൾക്ക് ഈ നിലവിലത്തെ കോൺട്രാക്റ്റിലും മന്ത്ലി കോൺട്രാക്റ്റിലും നിങ്ങൾക്ക് 10 രൂപ മുതൽ 15,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ ആശങ്കകളെല്ലാം നിങ്ങളുടെ ദൂരീകരിച്ചെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളിത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അറിഞ്ഞില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ അറിഞ്ഞായിരുന്നു, പുതിയ അറിവാണോ എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.